അത് സാധാരണക്കാരെ കൊണ്ട് മാറ്റാനൊന്നും പറ്റൂല ഇപ്പോൾ ഉള്ള ഇതിൽ. അതുകൊണ്ട് പിന്നെ നമ്മളെയും ബാധിക്കുന്നുണ്ട്, നമ്മളെയും കച്ചവടത്തിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് 120 രൂപ ഇഞ്ചി ഇപ്പോൾ 200 കിലോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 80 രൂപ വ്യത്യാസമുണ്ട്. അപ്പോൾ സാധാരണക്കാരെ മാറ്റി അതിനോട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാക്കിലെ വാങ്ങിയാൽ 100 രൂപ വാങ്ങിക്കുള്ളൂ. അതിന് വില നല്ല രീതിയിൽ നമ്മളെയും ബാധിക്കുന്ന സാധനം വാങ്ങിനവരെയും ബാധിച്ചിട്ടുണ്ട്. മലക്കറി അങ്ങനെ തന്നെ അരിയൊക്കെ 47 ആയിരുന്നത് ഇപ്പം 55 രൂപയായി. എല്ലാ സാധനങ്ങളും വില കയറിയൊക്കെയാണ്. അപ്പം വാങ്ങിക്കാൻ പോയപ്പോഴാണ് അറിയണത്. അങ്ങനെ എല്ലാ സാധനങ്ങളും വില കൂടുതൽ തന്നെ. ചെയ്യാൻ നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റൂലല്ല എത്ര വില കൂടിയാലും. ഇപ്പം ബസ്സിനൊക്കെ പൈസ കുറയ്ക്കണോണ്ട് അവർ ഇതിൽ പിടിക്കുമെന്നാണ് നമുക്ക് അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. ബസ്സിന് പൈസ കൊടുക്കണ്ട പെണ്ണുങ്ങൾക്ക്. സാധനങ്ങൾ വില കയറിയല്ലേണത്. കച്ചവടമൊന്നും ഇല്ല, നല്ല ഇത് തന്നെ അടി തന്നെ പറ്റണത്. ഈ സർക്കാർ വന്നതിന് ശേഷം എല്ലാം ഗോവിന്ദയായി, അല്ലെങ്കിൽ വല്ലതൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ് സർക്കാർ. ഇപ്പോൾ കച്ചവടം ഇല്ല, ഒന്നുമില്ല. അവിടെ 35 രൂപ വെണ്ടയ്ക്ക വില, നമ്മൾ കൊടുക്കണം 40 രൂപ. ഇവിടെ വരുമ്പോൾ 40 രൂപ കഴിയും, എന്നിട്ടും ആരും മാറ്റാനില്ല. മീറ്റിനൊക്കെ ഭയങ്കര വില കൂടുതലാണ്. നേരത്തെ കഴിഞ്ഞൊക്കെ ബഡ്ജറ്റ് കൂടുമ്പോൾ കാരണം ഒരു നിയന്ത്രണം ഇല്ലാത്ത വിലക്കയറ്റമാണ്. ഇപ്പം വില കൂടി ഇപ്പം 450 നമ്മൾ ബോർഡിട്ടൊക്കെയാണ് 500 രൂപ പുറത്ത് വില ഉണ്ട്. അത് ബീഫിന്. പോത്തിന് വന്നിട്ട് 550 രൂപ വില ഉണ്ട്. ഇങ്ങനെ പോയാൽ എങ്ങനെ വാങ്ങിച്ച് കഴിക്കും? അതാണ് നമുക്ക് ബീഫിന് മാത്രമല്ല ഓരോ ഐറ്റത്തിനും. ഇപ്പോൾ പച്ചക്കറിയുടെ വില മാറും. ഇപ്പോൾ ലോറി വാടക, ചുമട്ട് തൊഴിലാളി കൂലി അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ അതിൻ്റെ ചാർജ് മാറ്റിയെടുക്കും. അപ്പം 1 കിലോ 10 രൂപ. അപ്പം ബീട്രൂട്ട് വില ഉണ്ടെങ്കിൽ അവർ 25 രൂപ ഈടാക്കും. ഇതാണ് അവസ്ഥ. മനസ്സിലായി? ജനങ്ങൾക്ക് ജീവിക്കാത്തത്. ഇന്നത്തെ റേറ്റ് 450 രൂപ, നാളെ വീണ്ടും മാറും. 500 രൂപ പുറത്ത് വില ഉണ്ട് ബീഫ്. 500 രൂപയാണ് കണ്ടീഷൻ. ഇതില്ല നമ്മൾ ആരെയും കേൾക്കാം, ആരെയും മറുപടി പറയാം. ആ അവസ്ഥയിലേക്കാണ് പോണത്.